ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ബേബി ആൽബമാണ്. ഞാൻ യൂസ് ചെയ്ത് 6x6 പേപ്പർ പാക്കാണ്. അപ്പോൾ അതിന് നമ്മൾ 2 പേപ്പേഴ്സ് എടുത്തിട്ട് ഈ കാണുന്ന പോലെ ഗ്ലൂ ചെയ്തിട്ട് വെക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 5 പേജിലെ ഒരു ആൽബമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ 5 പേജസ് കിട്ടും. ബോത്ത് സൈഡ് നമുക്ക് പേപ്പർ പാക്കിൻ്റെ ഡിസൈന് വരും. ഈ ഒരു പേപ്പേഴ്സിനൊക്കെ ഇടയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വെള്ളം ഷീറ്റ് ഇതേ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടി ഇതിൽ ചേർക്കും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹോൾ പഞ്ചർ വെച്ചിട്ട് എല്ലാ പേപ്പറിൻ്റെയും മേലെ ഹോൾ വെച്ച് കൊടുക്കും. ഞാനിവിടെ 2 ഹോൾസ് ആയിട്ടാണ് വെക്കുന്നത്. അങ്ങനെ എല്ലാ പേപ്പേഴ്സിലും പിന്നെ വെള്ളം ഷീറ്റിലും സെയിം 2 ഹോൾ തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മീഡിയം സൈസ് റിങ്ങാണ്. നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു പേജസിൻ്റെ എല്ലാം ഇടയിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു ടാഗാണ്. അത് ഞാൻ എൻ്റെ അടുത്തുള്ള പ്രിൻ്ററിൽ നിന്ന് പ്രിൻ്റ് ചെയ്തെടുത്ത ഒരു ഫ്ലോറൽ ഡിസൈനാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സ്റ്റിക്കേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് വെച്ചിരിക്കുന്നത് ഗോൾഡൻ മിറർ കാർഡ് സ്റ്റോക്കിലാണ്. എന്നിട്ട് അത് ഈ ഒരു സൈസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണിത്. നെക്സ്റ്റ് അതിൻ്റെ ഓരോ പേജ് നമുക്ക് ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിൻ്റ് എടുത്ത കുറച്ച് ടാഗ്സ് ഉണ്ടായിരുന്നു. അതിലുള്ള ഒരു ടാഗാണ് ഗ്രേറ്റ്ഫുൾ. അത് സൈഡിലിങ്ങനെ ഗ്ലൂ ചെയ്ത് വെച്ച് കൊടുത്തു. പിന്നെ ഒരു സിമ്പിൾ കാർഡ് ഉണ്ടാക്കി എന്നിട്ട് അവിടെ ഇതേപോലെ വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു സൈഡിൽ ഇങ്ങനെ എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കാം, മറ്റേ സൈഡിൽ നമുക്ക് ബേബീൻ്റെ ഫോട്ടോ വെക്കാം. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇതൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. അതിനെ ജസ്റ്റ് ബാക്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. പിന്നെ ഇതൊരു ഡബിൾ സൈഡ് ടാപ്പാണ്. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, നല്ല സ്ട്രോങ് ആണ്. ഇനി നെക്സ്റ്റ് പേജ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു ചെറിയ പാറ്റേൺ പേപ്പറാണിത്. 300 GSM ഉള്ളൊരു പാറ്റേൺ പേപ്പറാണ്. അതിൻ്റെ സൈഡിൽ ഞാൻ ഇതിൽ ചെയ്ത പോലെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് അതിലൊരു പോക്കറ്റ് പോലെ അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലുള്ള സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് കവർ ചെയ്ത് പിന്നെ അതിനുള്ളിൽ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ നമുക്ക് ഫോട്ടോസ് വെച്ച് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് പേജ് നമ്മൾ ഒരു വെള്ളം ഷീറ്റിനെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് 2 സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്.
ദെൻ ഈ ഒരു ടാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് പിന്നെ അതിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് സൈഡിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് പേജ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പാറ്റേൺ പേപ്പേഴ്സാണ്. അതിന് ഇതിൽ കാണുന്ന പോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോസും വാഷി ടേപ്സൊക്കെ വെച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നെക്സ്റ്റ് പേജ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് റെഡ് ക്രാഫ്റ്റ് പേപ്പറാണ്. അതിനെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ടൊരു വാട്ടർഫോൾ കാർഡെല്ലാം പോലെ ആക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു റെഡ് പേപ്പറിൻ്റെ മേലിലായിട്ട് ഈ കട്ട് ചെയ്തത് ഓരോന്നായിട്ട് ഗ്ലൂ ടാപ്പ് വെച്ചിട്ട് നമുക്കവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ടാപ്പ് അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അങ്ങനെ ഓരോന്നും വെച്ച് കുറച്ച് വിട്ട് വിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെയെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത വാട്ടർഫോൾ ടൈപ്പ് കാർഡ് നമ്മൾ നെക്സ്റ്റ് പേജ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ദി ഫൈനൽ ലുക്ക്. അതിൽ നമ്മൾ 8, 9, 10 അങ്ങനെ 3 മന്ത് ബേബിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്രണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മിറർ കാർഡ് സ്റ്റോക്ക് ആൻഡ് പാറ്റേൺ പേപ്പേഴ്സൊക്കെയാണ്.
നെക്സ്റ്റ് അതിൻ്റെ സൈഡിൽ കുറച്ച് കാലിയായ ഭാഗമുണ്ട്, അവിടെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ അവിടെ എഴുതിയാലും മതി. ഞാൻ പ്രിൻ്റ് എടുത്തിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. നമുക്കതവിടെ ഗ്ലൂ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നെക്സ്റ്റ് പേജ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വെല്ലം ഷീറ്റാണ്. അതിന് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കും, ഒരു പോക്കറ്റ് പോലെ തന്നെ. ദെൻ വാഷി ടേപ്പ് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നമ്മൾ എങ്ങനെയൊക്കെ സ്റ്റിക്കേഴ്സ് വെക്കാനൊക്കെ നോക്കിയിട്ട് ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള സ്പേസൊക്കെ കൊടുക്കും. അത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ അടുത്ത് കട്ടായിപ്പോയി. സോ ഇതിനി ഫസ്റ്റ് ലേഔട്ട്, ഫസ്റ്റ് പേജ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ, ഫസ്റ്റ് ബർത്ത്ഡേ എന്നുള്ളൊരു സ്റ്റിക്കർ. അതൊക്കെ ടാഗ്സ് ആണ്, അതിൽ ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. അതൊക്കെ നമുക്ക് വെച്ച് അറേഞ്ച് ചെയ്ത് നോക്കാം അങ്ങനെയൊക്കെ ചെയ്യാമെന്ന്. ആൻഡ് ഇതാണ് ഫൈനൽ ലുക്ക്. ഫസ്റ്റ് പേജിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള 1 and 2 months ബേബീൻ്റെ ഫോട്ടോസാണ്. ദെൻ സെക്കൻഡ് പേജിൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ടാഗ് വെച്ച് കൊടുത്തു. നെക്സ്റ്റ് പേജ് നമ്മൾ 3 months ആഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് പിന്നെ 4 and 5 months. ഈ ഒരു പേജിൽ 6 and 7 months ആണ് കൊടുത്തത്. ഇവിടെ 8, 9, 10 അങ്ങനെ 3 ഫോട്ടോസ് ഈ ഒരു പേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പേജിൽ 11 and 12 months ഫോട്ടോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഒരു ചെറിയ ഫ്രെയിം പോലത്തെ അതൊക്കെ ആ പോക്കറ്റിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.